താലി. രചന അവതരണം മിത്രവിന്ദ. നിന്നോട് കരയാതെ കിടക്കാനല്ലേ പറഞ്ഞത്? ഇനി എൻ്റെ വീട്ടുകാരെ കൂടി അറിയിച്ചേ അടങ്ങൂ. നന്ദൻ്റെ ശബ്ദം പിന്നെയും മുഴുങ്ങിയതും ഗംഗ ശ്വാസം പിടിച്ചു കിടന്നു. കരയണ്ട, നിന്നെ സേഫായിട്ടുള്ളൊരിടത്ത് ഞാൻ എത്തിക്കാം, പോരെ? അവൻ ചോദിച്ചതും ഗംഗ പതിയെ മൂളി. ഉറങ്ങിക്കോ, ഞാൻ വെളുപ്പിന് പോകും കേട്ടോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓവ്. പിന്നീട് അനന്തൻ ഒന്നും പറഞ്ഞില്ല. ഏറി വരുന്ന ശ്വാസനിശ്വാസങ്ങൾ കേട്ടപ്പോൾ അവൻ ഉറങ്ങിയെന്ന് ഗംഗയ്ക്ക് തോന്നി. പാവം ഒരു ചെറുപ്പക്കാരൻ, താൻ മൂലം ഈ പാവത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ലേ എന്ന് അവൾ ഒരുപാട് പ്രാർത്ഥിച്ചു. വെളുപ്പിന് അനന്തൻ അലാറത്തിൻ്റെ ശബ്ദം കേട്ട് കണ്ണു തുറന്നു. എഴുന്നേറ്റ് മുണ്ടുമുറുക്കിയെടുത്ത് കട്ടിലേക്ക് നോക്കിയപ്പോൾ ഗംഗയും കട്ടിലിൽ നിന്ന് ചാടിപ്പുരണ്ട് വരുന്നുണ്ട്. നേരെ ഒന്നും ആയില്ല, താൻ കിടന്നു, അവൻ പറഞ്ഞു. എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തണുപ്പടിച്ചു കയറിയതും അവൾ ചുരുണ്ടുകൂടി. അവൻ്റെ പായും തെല്ലിണയും മടക്കി ഗംഗ എടുത്തു വെച്ചു. അപ്പോഴേക്കും അനന്തൻ പല്ല് തേച്ചിട്ട് കയറി വരുന്നുണ്ട്. ഒരു തോർത്തുമെടുത്ത് തോളിലിട്ടുകൊണ്ട് അനന്തൻ കുളിക്കാനായി പോയി. അത് കണ്ടതും ഗംഗ തരിച്ചിരുന്നു. അയ്യോ, എങ്ങനെ ഈ തണുപ്പത്ത് കുളിക്കും? ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് അവളെ വിറച്ചു. അനന്തൻ 15 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും ഗംഗ കട്ടിലിൽ ഇരിപ്പുണ്ട്. താൻ കിടന്നില്ലേ? നേരമൊന്നും ആയില്ല. നനഞ്ഞ തോർത്ത് പുതച്ചുകൊണ്ടുവന്ന് അവൻ ഗംഗയെ നോക്കി. ഈ തണുപ്പത്ത് എങ്ങനെ കുളിക്കും? അവൾ പതിയെ ചോദിച്ചു. അതൊക്കെ നമ്മുടെ ശീലാടോ. അവൾ ചെറുതായി പുഞ്ചിരി തൂകി. അനന്തൻ അലമാര തുറന്ന് ഒരു ഷർട്ടെടുത്ത് ധരിക്കാൻ തുടങ്ങിയതും ഗംഗ മുഖം താഴ്ത്തിയിരുന്നു. താൻ കിടന്നു, അവൻ പറഞ്ഞപ്പോൾ അവൾ പിന്നീട് അവനെ നോക്കിയത്. ആളൊരു കാവി മുണ്ടും ഷർട്ടും ധരിച്ച് പേഴ്സെടുത്ത് പൈസ എണ്ണിക്കൊണ്ട് അവളോടായി പറഞ്ഞു. ഒപ്പം തലേ ദിവസം എഴുതിയ ലിസ്റ്റ് എടുത്ത് പോക്കറ്റിലിട്ടു. വിഷമിക്കുമൊന്നും വേണ്ട, ലീനാമ്മ നല്ലൊരു സിസ്റ്ററാണ്, വിശ്വസിക്കാം. അവിടെ അടുത്തൊരു സ്കൂളുണ്ട്. തനിക്ക് ചിലപ്പോൾ അവിടെ ഒരു ജോലിയും കൂടി കിട്ടിയാൽ സെറ്റായില്ലേ? എയ്ഡഡ് സ്കൂളാണോ അതോ ഇംഗ്ലീഷ് മീഡിയം? അൺഎയ്ഡഡ് അല്ലേ? അതെ. ഇങ്ങോട്ട് പോലീസും കോപ്പമൊന്നും വരരുത്, അത് മാത്രമേ ഉള്ളൂ. വന്നാൽ എനിക്ക് നാണക്കേടാ. പിന്നെ ഇന്നലെ തൻ്റെ വീട്ടുകാർ പറഞ്ഞത് ഇനി താനുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നല്ലേ? അതെ. അപ്പോൾ പിന്നെ ആ കുഴപ്പമില്ല. ഇവിടെ എല്ലാവരോടും നോക്കിയും കണ്ട് നിന്നാൽ മതി. ഞാൻ പോയിട്ട് നേരത്തെ വരും. റെഡിയായി നിന്നാൽ മതി കേട്ടോ. അവൻ്റെ വാക്കുകളിൽ പ്രതീക്ഷയുടെ പൊൻതിളക്കം പോലെ അവൾക്ക് തോന്നി. വൈകാതെ തന്നെ അനന്തൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വെളിയിൽ അവൻ്റെ ലോറി സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു. എൻ്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ആ കോൺവെൻറ്റിൽ താമസിക്കാനൊരു സൗകര്യം കിട്ടിയാൽ മതി. അവിടെയാകുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും കാണില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിശാൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമോയെന്നാണ്. കാരണം ലീഗലി താൻ അയാളുടെ ഭാര്യയാണ്. ആകെക്കൂടിയുള്ള കച്ചിത്തുരുമ്പ് അയാൾക്കെതിരെ താൻ കേസ് കൊടുത്തതാണ്. അത്രമാത്രം തന്നെ ഉപദ്രവിച്ചെന്നതിൻ്റെ തെളിവുണ്ടല്ലോ. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഡോക്ടർക്കും അറിയാം. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വിശാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ തനിക്ക് നേരിടാൻ പറ്റും. അതിനു മുൻപ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇവിടുത്തെ എല്ലാവരുടെയും ധാരണ താൻ അനന്തൻ സ്നേഹിക്കുന്ന ആളാണെന്നാണ്. പല കാര്യങ്ങളോർത്ത് വെറുതെ കിടന്നു. പിന്നീട് അവൾ ഉറങ്ങിയതേയില്ല. 5 മണിയായപ്പോൾ എവിടെയോ അമ്പലത്തിൽ നിന്നും സുപ്രഭാതം കേട്ടു. ഒപ്പം അമ്മ വാതിൽ തുറക്കുന്ന ശബ്ദവും. അപ്പുറത്തെ മുറിയിൽ ആരോ കുളിക്കുന്നുണ്ട്. അമ്മയാകുമെന്ന് അവൾ ഊഹിച്ചു. ഇത്തിരി നേരം കഴിഞ്ഞതും മണിക്കിലുക്കം പോലെ ഓം ഗംഗണപതിയേ നമ എന്തൊക്കെയോ ശ്ലോകങ്ങൾ ഉമ്മ ഉറക്കെ ചൊല്ലുന്നുണ്ട്. ഗംഗ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഹോളിൽ തന്നെയുള്ള ചെറിയ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്ന ഉമ്മയായിരുന്നു കണ്ടത്. ചന്ദനത്തിരിയുടെ സുഗന്ധം അവിടെ ആകെ പരന്നു. മുറ്റത്തേക്ക് നോക്കിയപ്പോൾ അരിപ്പൊടി കൊണ്ട് കോലം ഇട്ടിരിക്കുന്നതും അവൾ കണ്ടു. ആ മോളെ, കാലത്തെ എണീറ്റോ? നേരം ഒന്നും ആയിട്ടില്ല, പോയി കിടന്നു. ഇവിടെ സൂര്യൻ വരണമെങ്കിൽ 9 മണിയാവും, പുഞ്ചിരിയോടെ ഉമ്മ പറഞ്ഞു. ഞാൻ വീട്ടിലും ഈ നേരത്ത് ഉണരുന്നതാണ്. അതെയോ? ഉറക്കം വരുന്നില്ലെങ്കിൽ മോള് വാ, അമ്മ കാപ്പി തരാം. അവരോടൊപ്പം ഉമ്മ അടുക്കളയിലേക്ക് പോയി. പെട്ടെന്നായിരുന്നു സൈക്കിൾ ബെല്ലടിച്ചുകൊണ്ട് മുറ്റത്ത് വന്ന് നിന്നത്. ഒപ്പം അക്കാ എന്നൊരു നീട്ടി വിളിവെച്ച. പാല് കൊണ്ടുവന്നതാ മണിക്കുട്ടൻ. മോളിവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാം. അവരൊരു ഓട്ടുമുന്തയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി.
ഗംഗ നോക്കിയപ്പോൾ ദോശമാവ് പൊളിച്ചു പൊന്തി പാകമായി ഇരിക്കുന്നു. തൊട്ടപ്പുറത്തായി തുവരപ്പരിപ്പും തക്കാളിയും കത്രിക്കയും ഒക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ 4-5 അപ്പുറത്തുള്ള പയ്യനാ. ഇവൻ്റെ വീട്ടിൽ നിന്നാണ് പാല് വാങ്ങുന്നത്. അവർ പാലൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. മോളിരിക്ക്, നമുക്ക് കോഫി കുടിക്കാം. അവർ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് പാലടുപ്പത്ത് വെച്ചു. നിമിഷം നേരം കൊണ്ട് നല്ല അസലൊരു കോഫി ഉണ്ടാക്കി അവർ ഗംഗയ്ക്ക് കൊടുത്തു. അത് മേടിച്ചു കുടിച്ചതും ഗംഗയ്ക്ക് ഒരുപാട് ഇഷ്ടം തോന്നിപ്പോയി. കൊള്ളാമോ മോളെ? നന്നായിട്ടുണ്ട്. അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യമുണ്ട്. ഓ, അങ്ങനൊന്നുമില്ല. വലിയ തിരക്കേടില്ലാതെ വയ്ക്കും, അത്രയേ ഉള്ളൂ. അവരും ഒരു കസേര വലിച്ചതിലിരുന്നു. മോളെ, എന്തായാലും എൻ്റെ മോൻ നിന്നെ സ്നേഹിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. ഇനി ഇവിടുത്തെ കുറച്ച് ആളുകളെയൊക്കെ വിളിച്ച് നമുക്ക് ചടങ്ങ് നടത്തണ്ടേ? ഇല്ലെങ്കിൽ നാട്ടുകാരുടെ സ്വഭാവം വെച്ച് എന്തെങ്കിലും വേണ്ടാത്ത വർത്താനം പറയും. നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കാം അമ്മ. മീനാക്ഷിയമ്മൻ കോവിലി വെച്ച് താലികെട്ട് നടത്താം. അമ്മ പറഞ്ഞത് കേട്ട് എങ്ങ് സ്തംഭിച്ചിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെയാണ് വിവാഹ കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നതെന്ന് ഗംഗയ്ക്ക് തോന്നി. അനന്തനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് സമ്മതിപ്പിക്കാം. പെങ്ങളുടെ കല്യാണം നടത്താതെ ഒരിക്കലും താനൊരു പെണ്ണിനെ കൊണ്ടുവരില്ലെന്ന് ശപഥം എടുത്ത് നടക്കുക. ഒടുവിൽ മോളെ കണ്ടപ്പോൾ അവ മുട്ടുമടക്കി ചിരിയോടെ ഉമ്മ ഗംഗയെ നോക്കി. അമ്മേ, അത് പിന്നെ ഇപ്പോൾ പെട്ടെന്ന് മോൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനൊന്നുമില്ല. ആ, എന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നന്ദൻ പറയും പോലെ അവൾ പതിയെ പറഞ്ഞു. അവനെക്കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ നമുക്ക് വിട്ടേക്ക്. മോളുടെ കാര്യം അറിയാൻ അമ്മ ചോദിച്ചത്. പിന്നെ മോൾക്ക് ഡേറ്റ് എന്നാണ്? അമ്പലത്തിൽ വെച്ച് വേണം ചടങ്ങ് നടത്താൻ. അത് പിന്നെ എനിക്ക്... ഗംഗ ഒരു നിമിഷം ആലോചിച്ചു. സത്യത്തിൽ പീരിയഡ്സ് മിസ്സായിട്ട് 2 മാസം കഴിഞ്ഞു. പ്രഗ്നൻ്റ് ആണെന്നുള്ളത് താൻ ഒരിക്കലും ഓർത്തത് പോലുമില്ല. 2-3 തവണ മാത്രമേ അയാളുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരുന്നുള്ളൂ. ഒരു നെടുവീർപ്പോടെ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. മോളെ, ഉമ്മ തോളിൽ കൈവച്ചതും ഗംഗ ഒന്ന് ഞെട്ടി മുഖം തിരിച്ചു. മോളെന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എനിക്ക് പീരിയഡ്സിൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് വരില്ലമ്മേ, അതുകൊണ്ടാണ്. അതൊക്കെ എല്ലാ പിള്ളേർക്കും അങ്ങനെയാ. ഇവിടുത്തെ മാളുവിന് ഇതുപോലെ തന്നെയാണ്. അവളെ നെറ്റിൻ്റെ അകത്ത് നോക്കി എന്തൊക്കെയോ പരീക്ഷിക്കുന്നുണ്ട്. ഈ കറുവാപ്പട്ടയുടെ വെള്ളമൊക്കെ വെറും വയറ്റിൽ കുടിച്ചു. മോൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ വലുതും? കേട്ടിട്ടുണ്ട്, പക്ഷെ ചെയ്തു നോക്കിയിട്ടില്ല. അവൾ എഴുന്നേക്കട്ടെ എന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ നമുക്ക്. മോൾക്ക് വിശക്കുന്നുണ്ടോ? ഇല്ലമ്മേ, ഒട്ടുമില്ല. ഇത്തിരി കൂടി തടി വേണം കേട്ടോ. അനന്തനെ കുറിച്ച് വണ്ണമൊക്കെ ഉള്ള കൂട്ടത്തിലല്ലേ? ചിരിയോടെ അവർ തുടർന്നു. ഇഡലിയും സാമ്പാറുമൊക്കെ ഉണ്ടാക്കാൻ ഗംഗ അവരെ സഹായിച്ചു. അപ്പോഴാണ് മാളു ഉണർന്നു വരുന്നത്. അവൾ കാലത്തെ കുളിച്ചിട്ടൊന്നുമില്ലായിരുന്നു. നേരെ വന്നിട്ട് അടുക്കളയിലിരുന്നു. ചേച്ചി നേരത്തെ ഉണർന്നോ? അവൾ ഗംഗയെ നോക്കി. അതിന് മറുപടി കൊടുത്തത് ഉമ്മയാണ്. 5 മണിയായപ്പോൾ ഈ കൊച്ചെഴുന്നേറ്റ് അടുക്കളയിൽ വന്നതാ. ഗംഗമോളോട് സഹായിച്ചുകൊണ്ടാണ് ഇഡലി സാമ്പാറും ഒക്കെ വേഗത്തിലായത്. ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അടപ്പ് പൊക്കി മകളെ കാണിക്കുകയാണ് ഉമ്മ. ചേച്ചി എന്തിനാ ഇത്രയും കാലത്തെ ഉണർന്നത്? കിടന്നുറങ്ങിക്കോളാൻ മേലായിരുന്നോ? അനന്തം പോയപ്പോൾ എഴുന്നേറ്റതാവൂല്ലേ? അവനിത് പതിവാണ്. ഇനി വന്നിട്ട് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് അവനൊരു ഒറ്റ കിടപ്പാ. പിന്നെ എഴുന്നേൽക്കുമ്പോൾ 3:30 മണി കഴിയും. അത് കഴിഞ്ഞ് കടയിലോട്ട് പോകും. എന്നിട്ട് രാത്രി 7:30 ആകുമ്പോൾ കടയടച്ചു വരും. അമ്മേ, ഇതൊക്കെ ചേച്ചിക്ക് അറിയാവുന്ന കാര്യമാണ്. അമ്മ എന്തിനാ വെറുതെ പറയുന്നത്? മാളുവാണെങ്കിൽ ഉമ്മയെ കളിയാക്കി ചിരിച്ചു. പറഞ്ഞ പോലെ ഞാനത് മറന്നു. എടി മാളു, നമ്മുടെ കോവിലി വെച്ച് പിള്ളേരുടെ കെട്ട് നടത്താനാ സജീവമ്മാവനൊക്കെ പറയുന്നത്. അനന്തം വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. ഉമ്മ പറഞ്ഞപ്പോൾ മാളു തലകുലുക്കി. ശരിയാ, അനന്തേട്ടൻ അണിയിച്ച താലി കഴുത്തിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചേച്ചിയും കൂട്ടി സർക്കിട്ട് പോകാം, അല്ലേ അമ്മേ? ഒരാഴ്ചയ്ക്കുള്ളിൽ കല്യാണം നടത്തണം മോളെ. ദിവസം മുന്നോട്ട് പോകുന്തോറും ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും. ഇതിപ്പോൾ നേരം വെളുത്തോട്ടെ, കരക്കാർ മുഴുവൻ വരിയായി ഇങ്ങ് വരും. പറഞ്ഞുകൊണ്ടുമ്മ അരി കഴുകിക്കൊണ്ട് അടുക്കളയിലേക്ക് വന്നു. അവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട്
ഒരു മറുവാക്ക് പോലും ഉരിയാടാതെ ഗംഗയിരുന്നു. അമ്മയുടെയും മാളുവിൻ്റെയും ധാരണ അനന്തനും ഗംഗയും തമ്മിൽ പ്രണയത്തിലാണെന്നാണ്. അതുകൊണ്ടാണ് അവർ വിവാഹകാര്യത്തെക്കുറിച്ച് ഏറെ നേരം ചർച്ച ചെയ്തത്. അപ്പോഴാണ് പ്രസന്നൻ്റെ പെങ്ങളായ സുശീലയുടെ വരവ്. ഗംഗാസമയത്ത് മുറിക്കകത്താണ്. അവളുടെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി. പുറത്താരോ വന്നതും ഉമ്മയുടെ ഉറക്കെയുള്ള വിളിയും കേട്ട് ഗംഗയും ഇറങ്ങിച്ചെന്നു. വിടർന്ന മിഴികളോടെ അവളെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് ഗംഗ കണ്ടത്. മോളെ, ഇത് നമ്മുടെ അപ്പച്ചിയാണേ. അമ്മ പറഞ്ഞില്ലേ ചിലപ്പോൾ വരുമെന്ന്. അവർ പറയുന്ന കേട്ട് ഗംഗ തലകുലുക്കി. മോളെ, ഞാൻ സുശീല അപ്പച്ചി. അവർ വന്നിട്ട് ഗംഗയുടെ കയ്യിൽ പിടിച്ചു. സുന്ദരിയാണ് കേട്ടോ. അപ്പച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി. അവർ ഗംഗയുടെ കവളി തലോടി. മാളു, അപ്പച്ചിക്ക് കുടിക്കാൻ വെള്ളം എടുക്കട്. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നാണ് എല്ലാവരുടെയും തീരുമാനം. സുശീലയ്ക്ക് കൂടി പെൺകുട്ടിയെ ഇഷ്ടമായ സ്ഥിതിക്ക് ഉമ്മ ഉടനെ തന്നെ ഫോണെടുത്ത് സജീവനെ വിളിച്ചു. കാര്യങ്ങളൊക്കെ അവനോടും പറഞ്ഞു. എങ്കിൽ പിന്നെ ഉടനെ തന്നെ നമുക്ക് അമ്പലത്തിൽ വെച്ച് നടത്താമെന്ന് അയാളും പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഗംഗിയിരിക്കുകയാണ്. അനന്തൻ വന്ന ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് അവൾ ഓർത്തു. എങ്ങനെയെങ്കിലും അവനൊന്ന് വേഗത്തിൽ വരാൻ അവൾ പ്രാർത്ഥിച്ചു. ഉച്ചയ്ക്ക് 12 മണിയായി. അന്ന് അനന്തൻ മടങ്ങിയെത്തിയപ്പോൾ പിക്കപ്പ് വാൻ കൊണ്ടുപോയി ഒതുക്കി നിർത്തിയിട്ട ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ഞെളിഞ്ഞു കുത്തി കൈകൾ രണ്ടും മേൽപോട്ട് വലിച്ചു കുടഞ്ഞു. അകത്തേക്ക് വന്നപ്പോഴാണ് അപ്പച്ചിയെ കാണുന്നത്. അപ്പച്ചിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു നിന്നപ്പോൾ സജീവമ്മാവനും എത്തി. അനന്ത, കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഈ കൊച്ചിൻ്റെ വീട്ടുകാർ കല്യാണം നടത്തി തരുവോടാ? സജീവ് ചോദിച്ചതും അനന്തൻ്റെ മുഖം മാറി. ഉടനെ കല്യാണമൊന്നും വേണ്ട മാവ. നമ്മുടെ ലീനാമ്മ സിസ്റ്ററിൻ്റെ മഡം സ്കൂളിലേക്ക് ഇവൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. തൽക്കാലം അവിടെ ജോലിക്ക് കയറട്ടെ. എന്നിട്ട് മാളുവിൻ്റെ കല്യാണശേഷം നമുക്ക് ആലോചിക്കാം. അനന്തൻ എങ്ങും തൊടാതെ മറുപടി കൊടുത്തു. ഡാ, നീ എന്താ മോനെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ കൊച്ചിനെ അവിടെ കൊണ്ട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കി നിങ്ങളുടെ വിവാഹം നടത്തണം. ഞങ്ങളെല്ലാം തീരുമാനിച്ച കാര്യമാണിത്. ഉമ്മയുടെ ശബ്ദം ഉയർന്നതും അനന്തം വല്ലാത്തൊരു ഭാവത്തോടെ അമ്മയെ നോക്കി. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞില്ല എന്താ അടുത്തെറ്റ്? അമ്മേ, ഇപ്പം കല്യാണം ഒന്നും വേണ്ട. മാളുവിൻ്റെ കഴിയാതെ ഞാൻ സമ്മതിക്കുകയില്ല. അവൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒരു കാര്യം ചെയ്യ, ഗംഗയുടെ വീട് എറണാകുളത്താണെന്നല്ലേ പറഞ്ഞത്? ഈ കൊച്ചിനെ അങ്ങോട്ട് തിരിച്ചയക്കാം. അല്ലാണ്ട് മഡ സ്കൂളിലൊന്നും തൽക്കാലം പഠിപ്പിക്കാനായി പോകേണ്ട കാര്യമില്ല. ഇവളുടെ വീട്ടിലേക്ക് പോട്ടെ. മാളുവിൻ്റെ കല്യാണശേഷം ഇവളിവിടെ വീട്ടിലുണ്ടെങ്കിൽ അന്ന് ഇവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം. അതാ നല്ലത്. അമ്മാവൻ പറയുന്ന കേട്ട് ഗംഗ അനന്തനെ നോക്കി. ഗംഗയുടെ അഭിപ്രായം ഇതുതന്നെയാണോ? പിന്നെന്താ ഇവൻ്റെ കൂടെ ചാടി പുറപ്പെട്ടു പോകുന്നത്? കുറച്ചുകൂടെ വീട്ടിൽ നിൽക്കാൻ മേലായിരുന്നോ? സജീവ് ശബ്ദമുയർത്തിയതും ഗംഗയുടെ കണ്ണ് നിറഞ്ഞു. അവൾ കരയുകയാണെന്ന് കണ്ടതും എല്ലാവരും ഒരു നിമിഷം വല്ലാതായിപ്പോയി. ഗംഗ വിഷമിക്കാനായി പറഞ്ഞതല്ല. സാഹചര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുമോളെ. മാളു ഇപ്പം ഡിഗ്രി ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇതൊക്കെ പൂർത്തിയാക്കിയ ശേഷം ഇവളുടെ വിവാഹം എപ്പോൾ നടത്തിവിടാനാ? അതുവരെ നീ മഡ സ്കൂളിൽ നിൽക്കുമോ കുട്ടി? സജീവ് ഒരു ക്ലാരിഫിക്കേഷനൊക്കെ വരുത്തി. കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഗംഗ അനങ്ങാതെ നിന്നു. എന്തെങ്കിലും ആലോചിച്ച് ചെയ്യാമ്മാവ. ഇപ്പം നമുക്കിതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിങ്ങളിരിക്കെ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എന്തൊക്കെയായാലും ശരി, ഈ കുട്ടിയെ ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കില്ല. നിന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നവളല്ലേ. അതുപോലെ നീയൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോടാ. ഉമ്മ പറയുന്ന കേട്ടുകൊണ്ട് അനന്തൻ തൻ്റെ മുറിയിലേക്ക് പോയി. ഓ, ഇനി എന്തെല്ലാം കൊല്ലാപ്പാണോ വരാൻ പോണത്? അവന് ദേഷ്യം വന്നു. വഴി കിടന്ന ഒരു വയ്യാവേലി കുരിശിനെ എടുത്ത് തലയിൽ വെച്ച് പോയല്ലോ എന്ന് അവനോർത്തു. ഇവളെ കെട്ടിയെടുക്കേണ്ടി വരുമോ ഇനി? പിറുപിറുത്തുകൊണ്ട് അവൻ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഒന്നൊന്നായി അഴിച്ചു. അനന്തേട്ടാ, ഗംഗ വിളിക്കുന്ന കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഞാൻ തിരിച്ചു പോയിക്കോളാം. ഇവിടെ ഒരിക്കലും എനിക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റില്ല. അവൾ ശബ്ദം താഴ്ത്തി പറയുകയും അനന്തൻ തന്നെ വലങ്കി അവളുടെ നേർക്ക് ഉയർത്തിയത് ഒരുമിച്ചാണ്. ഒരു നിമിഷം കൊണ്ട് അവൻ കൈ താഴ്ത്തുകയും ചെയ്തു. തിരിച്ചു പോകാനായിരുന്നെങ്കിൽ പിന്നെ ആരുടെ അമ്മ കെട്ടിക്കാനടി നീ ഇങ്ങോട്ട് വന്നത്? അവൻ ചോദിച്ചതും ഗംഗയുടെ മുഖം താന്നു. ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇങ്ങനെ മൂങ്ങിക്കൊണ്ട് നിന്നേക്കരുത്. അനന്തൻ ദേഷ്യത്തിൽ പറഞ്ഞതും ഗംഗ പെട്ടെന്ന് കവിളിലൂടെ അരിച്ചെറിഞ്ഞ കണ്ണീർ തുടച്ചു മാറ്റി.
ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി അനന്തേട്ടൻ്റെ ജീവിതത്തിൽ പ്രശ്നമാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അനന്തേട്ടൻ കൂടി ദുഃഖിക്കേണ്ടി വരും. നനഞ്ഞിറങ്ങിയതല്ലേ, ഇനി കുളിച്ചു കയറാം. അല്ലാതെ വേറെ നിവൃത്തിയില്ല. എൻ്റെ കാര്യോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. ഈ കല്യാണം നടത്താതിരിക്കാൻ എന്തെങ്കിലും വഴി ഞാൻ നോക്കിക്കോളാം. തൽക്കാലം നീ റെഡിയാകാം. നമുക്ക് ലീനാമ്മയുടെ അടുത്തേക്ക് പോകാം. അവൻ പറഞ്ഞപ്പോൾ ഗംഗ തലകുലുക്കി. സുശീലപ്പച്ചി സജീവമാവനും ഒക്കെ അകത്തിരിപ്പുണ്ട്. അവർ വലിയ ചർച്ചയിലാണ്. അനന്തനൊരു കുളിയൊക്കെ കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്നു. എടാ, അപ്പോൾ ഉടനെ കല്യാണം വേണ്ടെന്നാണോ നീ പറയുന്നത്? അനന്തനെ നോക്കി സജീവ് ചോദിച്ചു. കുറച്ച് കഴിയട്ടെ, എനിക്കിത്തിരി പൈസയൊക്കെ കിട്ടാനുണ്ട്. 1-2 ചിട്ടി. അതിൻ്റെ ലേലം കഴിഞ്ഞതാ. 2 മാസത്തിനുള്ളിൽ ആ കാശ് കിട്ടും. എന്നിട്ട് ആലോചിക്കാം. അല്ലാണ്ട് പെട്ടെന്ന് ഓടിപ്പിടിച്ച് കല്യാണം നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അമ്മാവ. ഒന്നാമത് സ്വർണത്തിനൊക്കെ എന്താ വില. അതൊക്കെ ശരി. എന്നാ വിലയാ? നിനക്ക് കാശ് എത്ര വേണം? ഞാൻ മറിച്ചു തരാം. 2 മാസം കഴിഞ്ഞ് തിരിച്ചു തന്നാൽ മതിടാ. ഇതിപ്പോൾ ചുറ്റി പാമ്പ് കടിച്ചേ പോകൂ എന്ന അവസ്ഥയിലാണ് അമ്മാവനെന്ന് അനന്തനോർത്തു. അമ്മാവൻ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സാവകാശം. സാവകാശമൊക്കെ തരാം. പൈസയുടെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അതൊന്നും ഓർക്കണ്ട കേട്ടോടാ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം തൽക്കാലം അവൾ ജോലിക്ക് കയറട്ടെ. ലീനാമ്മയെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ, ഇവിടെ ഗംഗ നിൽക്കുന്നത് ഒട്ടും സേഫല്ല. ആളുകളൊക്കെ കണ്ടാൽ അതും ഇതും പറയും. എടാ മോനെ, അതുകൊണ്ടാ പറഞ്ഞത് ഈ ചടങ്ങിങ്ങ് നടത്താന്ന്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ യാതൊരു കുഴപ്പമില്ല. സുശീല അനന്തൻ്റെ അരികിലേക്ക് വന്നിരുന്നു. ഈ അപ്പച്ചി, ഞാൻ പറയുന്നൊന്നും അപ്പച്ചിക്ക് മനസ്സിലാകുന്നില്ലേ? എനിക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂടി നിന്നോട് ചോദിക്കട്ടെ? ചോദിക്ക്. അനന്ത, വേറെന്തെങ്കിലും പ്രശ്നം നീയും ആ കൊച്ചും തമ്മിലുണ്ടോടാ? എന്ത് പ്രശ്നം? ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. വീട് വിട്ടുപോകുന്നതിൻ്റെ കുറച്ച് വിഷമം അവൾക്കുണ്ട്, അത്രമാത്രം. അത് കേട്ടാൽ മതി മോനെ. ഈ കൊച്ചിൻ്റെ പരവശം കാണുമ്പോൾ എനിക്കൊരു സംശയം പോലെ തോന്നി. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സുശീലയുടെ വാചകങ്ങൾ ഗംഗയുടെ നെഞ്ചിലാണ് തറച്ചത്. അവരൊന്നും മിണ്ടാതെ പിന്നെയും മുഖം കുനിച്ച് നിന്നു. വൈകാതെ സജീവ് എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി. ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും പോയിട്ട് കുറച്ച് തുരക്കുണ്ടെന്നും പറഞ്ഞ് സജീവ് ഇറങ്ങിപ്പോയി. സുശീല നാളെ കാലത്തെ മടങ്ങൂ. ഊണ് കഴിക്കാമെന്ന് പറഞ്ഞ് ഉമ്മ അടുക്കളയിലേക്ക് പോയി. ചോറും കറികളുമൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഗംഗ, അനന്തം വിളിച്ചതും ഗംഗ അവൻ്റെ അരികിലേക്ക് വന്നു. നിൻ്റെ സർട്ടിഫിക്കറ്റും തുണിയുമൊക്കെ എടുത്ത് വെക്ക്. ലീനാമ്മയുടെ അടുത്ത് പോയിട്ട് വരാം. അഥവാ അവിടെ നിന്നോളാൻ പറഞ്ഞാൽ നിനക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം. ഈ സമയത്ത് ഗംഗയോടൊപ്പം എടുത്ത സെൽഫി മാളു വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. മാളുവും വിഷ്ണുവും തമ്മിൽ ഇഷ്ടത്തിലാണ്. വിഷ്ണുവിനും അവൻ്റെ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം മാളുവിനെ കൂടെ കൂട്ടാൻ സാധിക്കൂ. മാഷ് മരിച്ചതിൻ്റെ തിരക്കിലായിരുന്നു വിഷ്ണു. അതുകൊണ്ട് മാളുവിനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതുമില്ലായിരുന്നു. മാളുവിന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൻ അവളെ ശല്യം ചെയ്യാനേ പോയില്ല. ഉച്ചയ്ക്ക് വിഷ്ണുവിൻ്റെ ഫോണിൽ അവൾക്കൊരു മെസ്സേജ് വന്നു. മാളു കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. അനന്തേട്ടൻ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു. ആ ചേച്ചിയുടെ നാട് എറണാകുളത്താണ്. കാണാനൊക്കെ സുന്ദരിയാണ് എന്നതാണ് അവന് അവൾ അയച്ച മെസ്സേജ്. സത്യത്തിൽ ഗംഗ ആരായിരിക്കും? ആ പെൺകുട്ടി എന്നുള്ളത് വിഷ്ണു സ്വപ്നത്തെ പോലും കരുതിയിരുന്നില്ല. എന്നാൽ മാളു അയച്ചു കൊടുത്ത ഫോട്ടോ കണ്ടപ്പോൾ വിഷ്ണു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഈ മാളു, ഇവരെ എനിക്കറിയാം. നടന്ന കാര്യങ്ങളൊക്കെ വിഷ്ണു മാളുവിനോട് പറഞ്ഞു. ദൈവമേ, നേരാണോ ഏട്ടാ? അതെ, ഗംഗയുടെ കല്യാണം കഴിഞ്ഞതാടി.
ആ പെൺകുട്ടി ഒരുപാട് വേദനകൾ അനുഭവിച്ചതാണ്. ഗംഗയിൽ നിറഞ്ഞ കാര്യങ്ങളൊക്കെ വിഷ്ണു മാളുവിനോട് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടവൾ സ്തംഭിച്ചു നിന്നുപോയി. വിഷ്ണുവേട്ടാ, ഗംഗ ചേച്ചിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ആള് മാറി പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലടി, ഇതവർ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ഈശ്വര, ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അപ്പോൾ അനന്തേട്ടൻ പറഞ്ഞൊക്കെ കളവാണല്ലേ? അണ്ണനാ ചേച്ചിയോട് പ്രേമമൊന്നുമില്ല. പ്രേമം എടി, ഇതൊന്നുമല്ല. അനന്തേട്ടൻ സത്യത്തിൽ ഗംഗയെ രക്ഷിക്കാൻ നോക്കിയതാണ്, അല്ലാണ്ട് മറ്റൊന്നുമില്ലടി. ഞാനിപ്പോൾ എന്തു ചെയ്യും? ഇവിടെ എല്ലാവരും അണ്ണനെ ചേച്ചിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ്. ഇന്നലത്തെ 100 ഇല്ലെന്നേ, 100% എനിക്ക് ഉറപ്പാ പെണ്ണേ. എറണാകുളത്തു നിന്ന് കട്ടപ്പന വരെ വന്നത് എൻ്റെ കൂടെയാണ്, നമ്മുടെ മാഷിൻ്റെ വീട്ടിൽ താമസിക്കാനായിട്ട്. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുമ്പോൾ മാഷ് മരിച്ച വിവരം അറിഞ്ഞു. പിന്നീട് ഞാനും ഗംഗയും കൂടിയാണ് മാഷിൻ്റെ വീട്ടിലേക്ക് പോയത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അവരെ സേഫായിട്ട് എവിടെയെങ്കിലും ആക്കുവാൻ നമുക്ക് പരമാവധി നോക്കാം. അതിനായിരിക്കും അനന്തൻ ശ്രമിക്കുന്നത്. തൽക്കാലം നീ ഇതാരോടും പറയണ്ട. അങ്ങനെ പറയാണ്ടിരുന്നാൽ ഒക്കത്തില്ല. അമ്മയാണെങ്കിൽ അമ്മാവനെ അപ്പച്ചിയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, മാരിയമ്മൻ കോവിൽ വെച്ച് രണ്ടാളുടെയും കല്യാണം നടത്താൻ. അമ്മയുടെ പ്ലാനാണിതൊക്കെ. ഇതിപ്പോൾ ഒരു കെട്ട് കഴിഞ്ഞവനെ എങ്ങനെയാ എൻ്റെ അണ്ണൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അങ്ങനൊന്നും നടക്കാൻ പോകുന്നില്ല. അനന്തേട്ടൻ അതിന് സമ്മതിക്കില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നീ ഇതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഉമ്മ മുറിയിലേക്ക് കയറി വന്നതും മാളു പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ആരടി മോളെ വിളിച്ചത്? എൻ്റെ ഫ്രണ്ടാണ്. ഏത് ഫ്രണ്ട്? വിഷ്ണു. എന്തിനാവൻ വിളിച്ചേ? മാളു പരിങ്ങുന്ന കണ്ടപ്പോൾ ഉമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ. എന്താണെന്ന് ഉമ്മ പിന്നെയും ചോദിച്ചു. അപ്പച്ചി കുളിക്കാൻ കയറുമ്പോൾ കാര്യങ്ങളൊക്കെ പറയാമെന്ന് മാളു അവർക്ക് മറുപടിയും കൊടുത്തു. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉമ്മയ്ക്ക് ടെൻഷനായി. ഇല്ലമ്മേ, പ്രശ്നമൊന്നുമില്ല. അമ്മയോട് ഞാൻ പിന്നെ പറയാം. അപ്പച്ചി തൽക്കാലം ഇതൊന്നും അറിയണ്ട. ആ സമയത്ത് അനന്തനും ഗംഗയും കൂടി കോൺവെൻറ്റിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. രണ്ടാളും കൂടി ഉമ്മയോട് യാത്ര പറയാനായി വന്നു. അമ്മേ, അനന്തം വിളിച്ചതും ഉമ്മ അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. എന്തായാലും ഞാൻ സിസ്റ്ററോട് വന്ന് ഇന്ന് വരുന്നു പറഞ്ഞിരുന്നു. സിസ്റ്റർ ഇപ്പോൾ എന്നെ വിളിച്ചു. പോയിട്ട് വാ മക്കളെ. ഉമ്മ പറഞ്ഞതും ഗംഗ അവളെ നോക്കി തല കുലുക്കി. തുടരും.